ഗുഡ് ഈവനിങ് സാർ. ഇപ്പോൾ പ്ലസ് ടു, 10ാം ക്ലാസ്, ഡിഗ്രി ഇതിൻ്റെയൊക്കെ ഫൈനൽ ഇയർ എക്സാം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ ഈ മാർച്ച് മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും എക്സാം ഓവറാവും. അപ്പോൾ ഇതിന് ശേഷം പ്ലസ് ടു ആയിക്കോട്ടെ, 10ാം ക്ലാസ് ആയിക്കോട്ടെ, ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണയില്ല. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ആയിക്കോട്ടെ, ഇന്ത്യൻ നേവി ആയിക്കോട്ടെ, SSB ആയിക്കോട്ടെ, ഇതിലൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. നിരവധി അവസരങ്ങളാണ് ഇതിലുള്ളത്. നമ്മുടെ പ്ലസ് ടു കഴിയുന്ന, അല്ലെ 10ാം ക്ലാസ് ആയിക്കോട്ടെ, അല്ലെ ഡിഗ്രി ആയിക്കോട്ടെ, ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഈ ഡിഫൻസ് മേഖല ചൂസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? ഗുഡ് ഈവനിങ് വിനായക്. നല്ലൊരു ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു അവസരം എന്നുള്ളത്, അതായത് മാർച്ച് മാസം എന്നുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും, അതായത് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലസ് ടു, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ, ITI, ഡിപ്ലോമ, ഓരോ കാറ്റഗറിയിലേക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ എക്സാം എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. അതായത് ഇതിന് ശേഷം എന്ത്, വാട്ട് നെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് ആസ് എ ഡിഫൻസ് പേഴ്സൺ എന്നുള്ള രൂപത്തിൽ എനിക്ക് പറയാനുള്ളത്, കാരണം ഇപ്പോൾ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട്, അതായത് നിരവധി ലക്ഷക്കണക്കിന് അവസരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലിക്കേഷൻ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ +1 എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും, അതുപോലെ തന്നെ ഓൺഗോയിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും നിരവധി അവസരമാണ് ഇപ്പോൾ ആർമിയിലായിക്കോട്ടെ, നേവിയിലായിക്കോട്ടെ, ഇതിനു മുന്നേ ഒരു മാസം മുന്നേ എയർഫോഴ്സിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ ഡിഫൻസ് മേഖലയിലേക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. പല ഉദ്യോഗാർത്ഥികൾക്കും ഇതിൻ്റെ പോസിറ്റീവ്നെസ്, കാരണം ഓരോ പേരൻസും ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ചോദിക്കാറ് ഈ 4 വർഷം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ പാരാമിലിറ്ററി പോലും 4 വർഷം എന്നുള്ള രൂപത്തിലാണ്. അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ആർമി ആയിക്കോട്ടെ, പാരാമിലിറ്ററി ഫോഴ്സിലായിക്കോട്ടെ 59 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിൽ പോലും ഉദ്യോഗാർത്ഥികളെക്കാൾ കൂടുതൽ അവരുടെ പേരൻസിനാണ് ഒരു ഡൗട്ട് ഉള്ളത്, ഇന്ത്യൻ ഡിഫൻസ് എന്നുള്ളത് 4 വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതൊരു മിഥ്യാധാരണ മാത്രമാണ്. പല കാറ്റഗറിയിലേക്കും പെർമനന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അഗ്നിവീർ തസ്തികയിലേക്കുള്ള നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഓരോ കാറ്റഗറി, അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയെ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഇതൊക്കെ പെർമനന്റ് പോസ്റ്റാണ്, അഗ്നിവീർ അല്ല. അതുപോലെ തന്നെ ക്ലർക്ക്, ടെക്നിക്കൽ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യൻ ഡിഫൻസ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളോടും പറയുന്നത് ഇതാണ് ഏറ്റവും നല്ലൊരു സമയം എന്നുള്ളത്. കാരണം ഈ ഒരു നിങ്ങൾ എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് എഡ്യൂക്കേഷനുമായിട്ട് നിങ്ങൾ ടച്ചപ്പിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നല്ലൊരു ലക്കി ചാൻസ് തന്നെയായിട്ടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. അതുകൊണ്ട് ഡിഫൻസ് മേഖലയെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഒരു ലോട്ടറി അടിച്ചു എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ, കാരണം ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ട് ഓരോ കംപ്ലീറ്റഡ് സ്റ്റുഡൻസിന് മാത്രമായിരുന്നു അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തവണ എന്നുള്ളത് +1 പഠിച്ചുകൊണ്ടിരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ +2 അപ്പിയറൻസ് സ്റ്റുഡൻസിന് പോലും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കണ്ടിട്ടുള്ളത്. യൂണിഫോം സേനയിലേക്ക് പോകാൻ, കാരണം മുന്നേ എന്നുള്ളത് വർഷത്തിൽ 1-2 തവണ മാത്രമായിരുന്നു പല വേക്കൻസി വന്നുകൊണ്ടിരിക്കുന്നത്. പല ഉദ്യോഗാർത്ഥികളും എന്നുള്ളത് അവരുടെ എഡ്യൂക്കേഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പല ഫീൽഡിലും വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരാറുള്ളതും. അപ്പോൾ 5-6 മാസം അല്ലെങ്കിൽ 1-2 വർഷം അവർ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു റിട്ടേൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇത്തവണ എന്നുള്ളത് ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, ഈ 3 കാറ്റഗറിയിലേക്കും, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ മുതൽ SSBയിലേക്ക്, സശാസ്ത്ര സീമാ ബൽ, SSCയുടെ പാരാമിലിറ്ററി ഫോഴ്സിലേക്കുള്ള ഇതിലും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ട് വന്നിരിക്കുകയാണ്. ഒരു ഉദ്യോഗാർത്ഥി തന്നെ ഈ ഒരു 3 ഫീൽഡിലേക്കും, അതും 2ഓളം, ഓരോ ആർമിയിലേക്ക് 2 കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം, നേവിയിലേക്ക് 2 കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥി തന്നെ 3-4 മാസത്തിനകത്ത് 5-6 കാറ്റഗറിയിലേക്ക് റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതും അവരുടെ ഈ ഒരു വെക്കേഷൻ സമയത്ത് പോലും, അതായത് ഇന്ത്യൻ ആർമിയുടെ എക്സാം നോക്കുകയാണെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് മുതലാണ് ആരംഭിക്കുന്നത്. മെയ് എൻഡിങ്ങിലാണ് ഇന്ത്യൻ നേവിയുടേത്. അതുപോലെ തന്നെ SSBയുടേത് ഫിസിക്കലാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഒരു 2 മാസം, കാരണം കുട്ടികൾ മാർച്ച് 28 അവർക്ക് ബ്രേക്കായി, ആ വരുന്ന ഒരു 2 മാസം നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് വേറെ ഇല്ല എന്നുള്ളത് തന്നെ പറയാം. അതുകൊണ്ട് ഇപ്പോൾ ഫൈനൽ ഇയർ എക്സാമിനേഷൻ ഏത് എക്സാമിനേഷൻ, അതായത് നമ്മുടെ ഇപ്പോൾ ആർമിയുടേതും നേവിയുടേതും 2005 മുതൽ 2009 ഇടയിൽ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതുപോലെ തന്നെ SSBയുടേത് 18 മുതൽ 27 വയസ്സ് വരെ. അപ്പോൾ ഈ ഇത്തരം കാറ്റഗറിയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ഉദ്യോഗാർത്ഥി എന്ന് പറയാൻ പോലും പറ്റത്തില്ല, കാരണം അവർ ഇപ്പോൾ വിദ്യാർത്ഥികളാണ്. അടുത്തൊരു കരിയർ ചൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നുള്ളത്, കാരണം ഞാനും ആർമിയിൽ സർവീസ് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു റിട്ടൺ എക്സാമിനേഷൻ എഴുതാനുള്ളൊരു പ്രിപ്പറേഷൻ എങ്കിലും നടക്കുകയാണെങ്കിൽ
അതിനുശേഷം നിങ്ങൾ കോളേജ് അല്ലെങ്കിൽ ഏതൊരു ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. എങ്കിൽ പോലും വരുന്നൊരു 2 മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വർഷം, അതായത് ജനുവരി 2027 എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ജോലി വാങ്ങി പോകാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. വിനായക്, വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യൻ ആർമിയിലേക്ക് ജനറൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയിലേക്കാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയിലേക്ക് ജനറൽ ഡ്യൂട്ടി എന്നുള്ളത് 10ാം ക്ലാസ് മാത്രം യോഗ്യത മതി. 33% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് സോൾജർ GD അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും, സർവീസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സ്ഥലത്താണ് പല ഉദ്യോഗാർത്ഥികളും +2 ശേഷം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ചെയ്തതിന് ശേഷമാണ് 10ാം ക്ലാസ് ബേസിലുള്ള എക്സാം എഴുതിക്കൊണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ നേവിയിലായിക്കോട്ടെ MR കാറ്റഗറിയിലേക്ക് 10ാം ക്ലാസ് മിനിമം യോഗ്യത മതി. പക്ഷേ ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണ് മാക്സിമം ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം എന്നുള്ളത്, ഈ 10ാം ക്ലാസ് ബേസിലുള്ള റിട്ടേൺ എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ അല്ലെങ്കിൽ MBA ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഡിഗ്രി ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അവരുടെ സെയിം സാലറിയാണ് ഈ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നത്. ചില സമയങ്ങളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഉദ്യോഗാർത്ഥിയുടെ ജൂനിയർ ആയിട്ടാണ് ഈ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ +2 പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം, +2 2 വർഷം പഠിച്ചു, അതുപോലെ തന്നെ 3 വർഷം ഗ്രാജുവേഷൻ എടുത്ത് 5 വർഷം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കുട്ടി നേരെ 10ാം ക്ലാസ് ബേസിലുള്ള റിട്ടേൺ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് യൂണിഫോം സേനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അവർക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യത ഈ ഒരു ഏജ് ലിമിറ്റിനകത്ത് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് പോയിക്കൂടാ? അവർ അതിനായിട്ട് അവരുടെ ലൈഫ് ഡ്രീം എന്നുള്ളത് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ് അല്ലെങ്കിൽ നേവി ഏതൊരു യൂണിഫോം മേഖല ആയിക്കോട്ടെ. പിന്നെ പലർക്കുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാജുവേഷൻ വേണ്ടേ? കാരണം അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഹയർ സ്റ്റഡീസിനുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നിരവധി അവസരങ്ങൾക്ക് അവിടെ ലഭിക്കും. അതുകൊണ്ട് മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ള കാറ്റഗറിയിലാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ +2 അല്ലെങ്കിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഇത്തവണ ഇന്ത്യൻ ആർമിയുടെ GD ട്രേഡ്സ്മാൻ, ഇന്ത്യൻ നേവിയിലേക്കുള്ള MR കാറ്റഗറി, അതായത് മെട്രിക് റിക്രൂട്ട്മെന്റ് കാറ്റഗറിയിലേക്കും അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആയതിനാൽ നിരവധി, ഏകദേശം കേരളത്തിൽ നിന്നും 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ മുഖേന ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എല്ലാവരും വളരെ നല്ല ഇൻഫർമേഷൻ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നമുക്കൊരു ഇൻസ്പിറേഷൻ ലഭിക്കുമ്പോഴാണ്, ഇങ്ങനെയുള്ള ഒരു അവയർനെസ് ലഭിക്കുമ്പോഴാണ് പല ഉദ്യോഗാർത്ഥികളും ഈ ഒരു ഡിഫൻസ് മേഖല ചൂസ് ചെയ്യാൻ കാരണം. പല ഡിഗ്രി ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ, അതിൻ്റെ കൂടെ തന്നെ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് അത് തന്നെയായിരിക്കും നല്ലത്. നമ്മുടെ മുന്നിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്നുള്ളത്, ഒരു PSC റിട്ടേൺ എക്സാമിനേഷൻ എഴുതി കിട്ടുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒരു 1, 2 അല്ലെങ്കിൽ 3 വർഷം അവരുടെ മുന്നിൽ അവരുടെ ആ ഒരു സമയം എന്നുള്ളത് ഇതിനായിട്ട് ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് ലഭിക്കുന്നതുള്ളൂ. നേരെ മറിച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്കാണെങ്കിൽ, ഡിഫൻസ് മേഖലയിലേക്ക് ആണെങ്കിൽ മിനിമം ഒരു 6 മാസത്തെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ വളരെ ഒരു 90% എന്നുള്ളതിന് നല്ലൊരു ഹോപ്പ് കൊടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഏതൊരു മേഖല, അതായത് ആർമി, എയർഫോഴ്സ്, നേവി, പാരാമിലിറ്ററി എന്തായിക്കോട്ടെ, നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ളത്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് എനിക്ക് സ്പെഷ്യലൈസ്ഡ് പറയാൻ എന്നുള്ളത്, പലർക്കും ഇതിനെക്കുറിച്ചുള്ള വലിയൊരു അവയർനെസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഈ ഒരു അവസരം, ഞാൻ നേരത്തെ പറഞ്ഞു, റിട്ടേൺ എക്സാമിനേഷൻ നിങ്ങളുടെ ഫൈനലിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തോളൂ. റിട്ടേൺ എക്സാം കഴിഞ്ഞു, അടുത്ത ദിവസം തൊട്ട് തന്നെ നിങ്ങൾ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു 2 മാസം ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാണ് ഫിസിക്കലൊക്കെ വരുന്നത്. അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വരുന്ന 2 മാസം കൊണ്ട് നമുക്ക് 3 കാറ്റഗറിയിലേക്ക് റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയോടും എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം അപ്ലിക്കേഷൻ കൊടുക്കും. പ്രിപ്പറേഷൻ ആരംഭിച്ചാലും ശരി, ആരംഭിച്ചില്ലെങ്കിൽ ശരി, നിങ്ങൾ ഈ ഒരു സമയത്ത്, കാരണം April 1 ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ആർമിയുടേത്, അതുപോലെ തന്നെ April 6 ഇന്ത്യൻ നേവിയിലേക്കുള്ളത്. SSBയുടേത് ഇപ്പോൾ ഏകദേശം നമുക്ക് 20 ദിവസം നമ്മുടെ മുന്നിലുണ്ട്, April 10 വരെ സമയമുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഡോക്യുമെൻറ്റുമായിട്ട് സ്കൂളിൽ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോയിക്കോളും. തിരിച്ചു വരുന്ന സമയത്തെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ, അക്ഷയ സെൻറ്റർ വഴി അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളത്, അതായത് അടുത്ത നമ്മുടെ കരിയർ എന്താകും എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഒരു 50% നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. കാരണം ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഈ എക്സാം കഴിയുന്നത് വരെ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല.
പക്ഷേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു 50% റിലാക്സേഷൻ കിട്ടി. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം വരുന്ന എങ്ങനെയായാലും നമുക്ക് നമ്മുടെ മുന്നിൽ 2 മാസം വെക്കേഷൻ ഉണ്ട്. ഈ 2 മാസം കൊണ്ടാണ് നമ്മുടെ മുന്നിൽ ഈ റിട്ടേൺ എക്സാമിനേഷൻ ഈ 3 കാറ്റഗറിയിലേക്കും വരുന്നത്. +2 സയൻസ് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ മുന്നിൽ ഏകദേശം 6ഓളം കാറ്റഗറിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. കാരണം അവർക്ക് ടെക്നിക്കൽ അല്ലെ ക്ലർക്ക്, GDക്കും കൊടുക്കാം, ടെക്നിക്കൽ ക്ലർക്ക് കൊടുക്കാം, പെർമനൻറ്റ് പോസ്റ്റായിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റൻറ്റ്, നഴ്സിംഗ് അസിസ്റ്റൻറ്റിലേക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 2 മാസം കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ഏകദേശം 5ഓളം കാറ്റഗറിയിലേക്ക് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ചുമ്മാ ഒരു ടൈം വേസ്റ്റേജ്, കാരണം പല വിദ്യാർത്ഥികൾ ഇപ്പോൾ എന്ത് ചെയ്യും, +2 എക്സാം കഴിഞ്ഞതല്ലേ ഒരു 2 മാസം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ 3 വർഷം ഞാൻ പോയതല്ലേ ഇപ്പോൾ എക്സാം കഴിഞ്ഞു ഒരു 2 മാസം റെസ്റ്റ് എടുക്കാം, അതിനുശേഷം അടുത്ത കാറ്റഗറി എന്താണെന്ന് ആലോചിക്കാം. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, ഡിഫൻസ് മേഖലയേക്കാൾ നല്ലൊരു അവസരം, അതും ഈ ഒരു 2026 എന്നുള്ളത് കാരണം ലക്ഷത്തിൽ പരം വേക്കൻസികളിലേക്കാണ് ബൈ വൺ ആയിട്ട് പിറകിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് നല്ലൊരു യൂട്ടിലൈസേഷൻ ഇതിനു വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കരിയർ തന്നെ ഇന്ത്യൻ ഡിഫൻസിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വിനായക്, നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു നിങ്ങൾ ചോദിച്ചത്. കാരണം ഇത് പല ഉദ്യോഗാർത്ഥികളിലേക്കും, കാരണം ഈ ഒരു വീഡിയോ എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ കൊണ്ട് ഇതൊന്ന് ആപ്ലിക്കേഷൻ കൊടുപ്പിക്കുക. അതുപോലെ തന്നെ ഡ്രോൺ അക്കാഡമിയിൽ ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ക്ലാസ്സസ് ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി, അതുപോലെ തന്നെ SSB ഓരോ കാറ്റഗറിയിലേക്കുമുള്ള റിട്ടേൺ എക്സാമിനേഷൻ്റെ അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെയും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഫസ്റ്റ് ബാച്ച് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ബാച്ചാണ്, ഫ്രഷ് ബാച്ചാണ്. അതായത് റിട്ടേൺ എക്സാമിനേഷൻ എഴുതിയപാടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ ബാച്ച് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. സ്പെഷ്യലൈസ്ഡ് 2 മാസത്തെ കോഴ്സ് ഏപ്രിൽ ആദ്യവാരം തന്നെ +1 എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സെപ്പറേറ്റ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേരൻസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഓരോ ഇൻഡിവിജ്വലും ഈ ഒരു വീഡിയോസിനെ നിങ്ങളുടെ റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലോ ഈ ഒരു ഏജ് ലിമിറ്റിനകത്ത് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം യൂണിഫോം ജോബിനേക്കാൾ നല്ലൊരു വേറെ ജോലി ഇല്ല എന്നുള്ളത് തന്നെ പറയാം. കാരണം 18 വർഷം ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അണിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെ അധികം ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഓൾ ഇന്ത്യ ലെവൽ സർവീസ് ചെയ്യാൻ സാധിക്കുന്ന വേറൊരു ജോബും യൂണിഫോം സേനയല്ലാതെ വേറെ ഇല്ല എന്നുള്ളത് തന്നെ പറയാം. ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ ക്ഷണിച്ചതിൽ താങ്ക് യു.